പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളുടെ മഹത്വത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന കാലം മുതൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് 12 മാസങ്ങളിലാണത്രേ. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ്. മുഹറം മുതൽ തുടങ്ങുന്നതായ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ 12 മാസങ്ങളാണ്. അറബി മാസം 12ആണ്. ആ 12 മാസങ്ങളിൽ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ മാസങ്ങൾ 4 എണ്ണമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന് ദുൽഹിജ്ജയാണ്, മറ്റൊന്ന് ദുൽഖഅദയാണ്, മൂന്നാമത്തത് മുഹറമാണ്, 4-മത്തത് റജബാണ്. നമ്മൾ നിലകൊള്ളുന്ന റജബ് മാസം അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 4 മാസങ്ങളും വളരെ ശ്രേഷ്ഠതയുള്ള മാസങ്ങളാണ്. ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എങ്ങനെ ശ്രദ്ധിക്കണം? ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും. ഒരു നിലയ്ക്കുമുള്ള മോശമാകുന്ന പ്രവണത ഈ മാസങ്ങളിൽ നിങ്ങൾ ചെയ്തു പോകരുതേ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു നിലയ്ക്കുമുള്ള അക്രമപരമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുന്ന സഹോദരങ്ങളെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും. നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം നിങ്ങൾ പ്രവർത്തിക്കരുതേ, അഥവാ ഒരു തെറ്റിലേക്കും പോകരുതേ. ഒരു തെറ്റിലേക്കും നടക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. മറ്റു മാസങ്ങളിലും പാടില്ല, ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചും പാടില്ല. എല്ലാ മാസങ്ങളും അങ്ങനെ തന്നെയാണ്. എന്താ മുഹറം, ദുൽഹിജ്ജ, ദുൽഖഅദ, അതുപോലെ തന്നെ റജബ്, ഈ മാസങ്ങളെ മാത്രം പറഞ്ഞത്? ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ അപ്പം എന്താ തെറ്റ് ചെയ്യാമെന്നാണോ? അല്ല. മറ്റു മാസങ്ങളിൽ പാടില്ല, ഈ മാസങ്ങളിൽ തീരെയും പാടില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ മാസങ്ങളിൽ ഒട്ടും തെറ്റിലേക്ക് പോകാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഈ മാസങ്ങളിൽ നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലമുള്ളതുപോലെ ഈ മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ ശിക്ഷ ഇരട്ടിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസങ്ങളിൽ നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ഈ മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ ശിക്ഷയും ഇരട്ടിയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണത്. അപ്പോൾ മുമ്പുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്ത ആളുകൾ തന്നെ റമളാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവാൻ അല്ലാഹു നൽകുകയാണ് റജബ്. ഇവിടം കൊണ്ട് തന്നെ നീ നന്നായി തുടങ്ങണം. കള്ളു കുടിച്ചിരുന്ന ആളുകൾ, വിജയ ബാർ, റീജൻസി ബാറിലൊക്കെ പോയി റാഹത്തായി കുപ്പി പൊട്ടിച്ചിരുന്ന ടീംസൊക്കെ ഇനി നന്നാവാൻ തുനിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് പറഞ്ഞപ്പോൾ തന്നെ ചിലരുടെ മുഖം നല്ല തെളിച്ചം. കാരണം ഇതൊക്കെ നല്ല അറിയാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ബാറുകളിലൊക്കെ പോയി റാഹത്തായി കുടിച്ച് തിമിർത്തിരുന്ന ടീമുകളൊക്കെ ഇനി എന്ത് ചെയ്യുക? ഇനി അതൊക്കെ ഒഴിവാക്കുക. കാരണം റമളാൻ വരികയാണ്. അതിന് മുന്നോടിയായിട്ട് നന്നാവാൻ തുനിയ. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇനി എല്ലാ അശ്ലീലതകളും പരിപൂർണമായി ഒഴിവാക്കി. കള്ളു കുടിച്ചിരുന്നത്, വ്യഭിചരിച്ചിരുന്നത്, സിനിമ കണ്ടത്, സീരിയൽ ദർശിച്ചത്, ഹറാമായ തലത്തിലേക്ക് കണ്ണ്, കാത്, ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ടുപോയത് എല്ലാം ഇനി മുതൽ ശ്രദ്ധിക്കൻ. എല്ലാം ഇനി നന്നാക്കി തുടങ്ങേണ്ട സമയമായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അതാണ് ഖുർആൻ പറയുന്നത്, ഫലാ തളിലിമൂ ഫീഹിന്ന അൻഫുസകും. ഒരു നിലയ്ക്കുമുള്ള മോശമായ പ്രവണതകളുമായി ഇനി നിങ്ങൾ പോകാൻ പാടില്ല. ചെയ്താൽ ഇരട്ടി ശിക്ഷയാണ്, നന്മ ചെയ്താൽ അതുപോലെ തന്നെയാണ്, ഇരട്ടി പ്രതിഫലമാണ്. ഇതാ ഒരു നന്മയുടെ കേട്ടോളിൻ, ഈ മാസത്തിൽ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന നേട്ടം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് തഫ്സീറുൽ കബീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ യൗമൻ മിൻ റജബിൻ ഫകഅന്നമാ ഫകാന ലഹു 30 യൗമാ സൗമ 30 യൗമാ ഔ കമാ ഖാല റസൂലുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം ഒരു വ്യക്തി നോമ്പനുഷ്ഠിച്ചാൽ 30 ദിവസം നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുമേ. സുബ്ഹാനല്ലാഹ്, 30 ദിവസത്തെ നോമ്പിൻ്റെ പ്രതിഫലം ഒറ്റയടിക്ക് കിട്ടും. ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ റജബിൽ ഒരു നോമ്പനുഷ്ഠിച്ചാൽ. ആരാ ഈ മാസത്തിൽ നോമ്പനുഷ്ഠിച്ച, ഒരു നോമ്പെങ്കിലും അനുഷ്ഠിച്ച സാധുമാരൊന്നും കൈയുറുത്തണ്ട, അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയുറുത്തിക്ക്. 1 2 3 4 5 6 പേരുണ്ട്. അവർക്ക് അവാർഡ് കൊടുക്കണം, ആസിം വെളിമണ്ണയ്ക്ക് കൊടുത്ത പോലെ. പ്രത്യേകം ബഹുമാനിക്കേണ്ട ആളുകളാണവർ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റജബ് ഇപ്പം തന്നെ കണ്ടില്ലേ, 10-12 എത്തി. ആരാ ഇവിടെ ശ്രദ്ധിക്കുന്നവർ? മാസങ്ങൾ ഗൗനിക്കുന്നവരില്ല. 12 ദിവസങ്ങൾ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഒരു നോമ്പ് പോലും നമ്മൾ പിടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനാണ്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം മുഴുവനും നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല, ആദരവായ പ്രവാചകനെ പറയുകയാണ്, 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നവന് അല്ലാഹു നൽകുന്നത്. പരിശുദ്ധമായ റജബ് മുഴുവനും നോമ്പനുഷ്ഠിച്ചാൽ പാപ സുരക്ഷിതത്വമാണ്, സുരക്ഷിതത്വമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പാപ സുരക്ഷിതത്വം അല്ലാഹു നൽകുകയാണ്. എല്ലാ പാപങ്ങളും പുറത്തു നൽകും. ശിഷ്ടകാലം അവന് പാപ സുരക്ഷിതത്വം നൽകും. തീർന്നില്ല. 3-ാമതായി പറയുന്നു, നാളെ പടച്ച റബ്ബിൻ്റെ ദർബാറിലെത്തിയാൽ അവന് വല്ലാതെ വിഷമവും പ്രയാസവും നേരിടുന്നതായ ഘട്ടത്തിൽ, എല്ലാവരും ദാഹത്താൽ പരവശരാകുന്ന ഘട്ടത്തിൽ അവനൊരിക്കലും ദാഹമുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സംരക്ഷണം നൽകുമത്രേ. മഹ്ശറയിൽ എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ, ദാഹിച്ച് പരവശനാകുമ്പോൾ ഇവന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. ഇവന് വളരെ റാഹത്തായിരിക്കും. അവിടെ പ്രയാസമുണ്ടാവുകയേ ഇല്ല. ഇവൻ്റെ ദാഹമൊക്കെ അള്ളാഹു ശമിപ്പിച്ചിട്ടുണ്ടാകും. ആരാണിവൻ? റജബ് മാസത്തിൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ചവരാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സ്വഹാബത്തിനോട് പറയുമ്പോൾ, ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രതിഫലം സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ, സ്വഹാബത്തിൽ പ്രായമുള്ള ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്കതിന് കഴിയില്ലല്ലോ റസൂലേ. ആരോഗ്യപരമായി ക്ഷയിച്ചതാകുന്ന വ്യക്തിയാണ്. എൻ്റെ ശരീരത്തിലെ എല്ലുകൾ പുറത്തേക്ക് ഉന്തി വന്നിരിക്കുകയാണ്. ഞാൻ ശരീരം വരെ ക്ഷീണിച്ചതാകുന്ന അവശനായ വ്യക്തിയാണ്. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ എനിക്ക് പ്രയാസമാണ് റസൂലേ. നോമ്പ് പിടിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ എൻ്റെ ശരീരം അതിന് കഴിയുന്നില്ല റസൂലേ എന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ, പ്രായമുള്ളതാകുന്ന ശരീരം ക്ഷീണിക്കപ്പെട്ട വ്യക്തിയോട് പോലും അള്ളാന്റെ റസൂല് പറയുകയാണ്, മാസം മുഴുവനും നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന നേട്ടമാണ് ഞാൻ ഈ പറഞ്ഞത്.
പാപമോചനം ലഭിക്കുന്നതാണ്, ശിഷ്ടകാലം പാപസുരക്ഷിതത്വം ലഭിക്കുന്നതാണ്. നാളെ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ദാഹവും പരവേശവും ഉണ്ടാവാതെ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഈ 3 പ്രതിഫലവും ലഭിക്കാൻ ഒരു മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ നിങ്ങളോട് പറഞ്ഞതാണ്. റജബ് മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദര, പ്രായമുള്ള ഉപ്പ ഉമ്മ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആ മാസത്തിലെ 3 ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ. ആദ്യത്തെ 10-ൽ ഒരു നോമ്പും, രണ്ടാമത്തെ 10-ൽ ഒരു നോമ്പും, മൂന്നാമത്തെ 10-ൽ ഒരു നോമ്പും അനുഷ്ഠിക്കണേ. ഈ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രായമുള്ള വ്യക്തിയാണ്, അയാൾക്ക് പിടിക്കാൻ പറ്റത്തില്ല 1 മാസം മുഴുവനും എന്ന് ആവലാതി പറഞ്ഞപ്പോഴും അന്നാ നീ ഒട്ടും പിടിക്കണ്ട എന്നല്ല പറഞ്ഞത്. എത്ര എണ്ണം പിടിക്കണം? 3 എണ്ണം പിടിക്കാനാണ് പറഞ്ഞത്. അതാ മനസ്സിലാക്കാൻ പറഞ്ഞത്. നമുക്കിവിടെ നല്ല ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നവുമില്ല, ശരീരത്തിനൊക്കെ വളരെ സെഹത്തുണ്ട്. ചെറിയ രോഗങ്ങളുണ്ട്, ഷുഗറുണ്ട്, പ്രഷർ, കൊളസ്ട്രോൾ, അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാത്തവർ ആരാ ഉള്ളത്? ചെറിയ കുട്ടികൾ പോലും പ്രസവിച്ച് കുറച്ച് നാളുകളായിട്ടുള്ളൂ, 1-2 ദിവസങ്ങളായിട്ടുള്ളൂ, മാസങ്ങളായിട്ടുള്ളൂ, വർഷങ്ങളായിട്ടുള്ളൂ, ചെറിയ കുട്ടികൾക്ക് പോലും ഷുഗർ, ഇൻസുലിൻ എടുക്കുന്ന കുട്ടികൾ. നഊദുബില്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ലോകം അങ്ങനെ മാറി മറിഞ്ഞിരിക്കാൻ. അപ്പോൾ എല്ലാ രോഗങ്ങളും ഒഴിവായി നിന്റെ ശരീരത്തിന് സിഹത്ത് കിട്ടിയതിന് ശേഷം നീ നോമ്പ് പിടിക്കാമെന്ന് വെച്ചാൽ ഒരിക്കലും അത് സാധ്യമാവൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊരിക്കലും നടക്കൂല. എല്ലാ രോഗങ്ങളും എനിക്ക് ഒഴിവാകട്ടെ, എല്ലാ തിരക്കുകളും മാറട്ടെ, എൻ്റെ ശരീരത്തിന് നല്ല സിഹത്ത് വരട്ടെ, എന്നിട്ട് ഞാൻ പിടിച്ചോളാം. അതൊന്നും നടക്കൂല സഹോദരങ്ങളെ. പല സഹോദരിമാരും അങ്ങനെയാണ്, എല്ലാം ഒഴിവാകട്ടെ. ഇപ്പോൾ ചെറിയൊരു കൊളസ്ട്രോൾ ഉണ്ട്, ഇപ്പോൾ വിരലിൻ്റെ തുഞ്ചം ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, ആ മുറിവൊക്കെ ഉണങ്ങട്ടെ എന്നിട്ട് പിന്നെ പിടിക്കാം. ഇങ്ങനെ കാത്തിരുന്ന അവസാനം വലിയ രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതല്ലാതെ, പ്രായാധിക്യം കൊണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തുന്നതല്ലാതെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും പല സഹോദരങ്ങളും ശ്രദ്ധിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ഫീ റജബ്. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കി പിടിച്ചിരുന്നു റജബ് മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം നോമ്പാണ്. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ പറയും ലാ നുഫ്തിറു, നബി തങ്ങളിനി നോമ്പ് മുറിക്കില്ല എന്ന് പറയും. ആ നിലയിൽ നബി തങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു. വനുഫ്തിറു, നബി തങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരമാകുമ്പോൾ പ്രവാചകൻ നോമ്പ് മുറിക്കും. ചില സമയങ്ങളിൽ നോമ്പ് പിടിക്കാതെയും ഇരിക്കും. ഞങ്ങൾ പറയും ഹത്താ ലാ നസൂമു, ഇനി നബി തങ്ങൾ നോമ്പ് പിടിക്കില്ല എന്ന് ഞങ്ങൾ പറയും. ആ നിലയ്ക്കും നബി തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റജബ് മാസം വന്നാൽ നോമ്പ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്, പൂർത്തിയായി. നോമ്പ് പൂർത്തിയാക്കി പിടിക്കാതെയും ഇരുന്നിട്ടുണ്ട്. എന്തിനാ രണ്ടും കാണിച്ചു തന്നത്? രണ്ടും അനുവദനീയമാണ്. ചിലർ നോമ്പ് മുഴുവൻ റമദാൻ ഈ റജബിൽ പിടിച്ചിട്ട് ഷാബാനും അങ്ങനെ തന്നെ കൊണ്ടുപോയി അവസാനം റമദാനാകുമ്പോൾ എല്ലാം ഹലാവും. റമദാനാകുമ്പോൾ തീരെ വയ്യ, അസുഖബാധിതനായി ഇടങ്ങേറായി കിടക്കാൻ. അതിനാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എത്ര നോമ്പ് പിടിച്ചാൽ മതി? ഒരു 3 നോമ്പ് പിടിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വൈകാരൊന്നും വന്നോളൂ. ഒരു 3 നോമ്പ് പിടിക്കുക. 3 നോമ്പ്, ഒന്ന് ആദ്യത്തെ 10, മറ്റൊന്ന് രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10-ൽ അടുത്ത 1. ആദ്യത്തെ 10 കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ 10-ലെങ്കിലും 2 എണ്ണമെങ്കിലും പിടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ നിയ്യത്തോളം അള്ളാഹു സാധൂകരിക്കട്ടെ. ഇച്ചിരി ഒന്ന് അടുപ്പിച്ച് വെച്ചു. ആ പീഠം നമ്മൾ വാങ്ങിച്ചു. ഒട്ടും ഇത് കിട്ടുന്നില്ല, എനിക്ക് തൊണ്ട പിടിക്കുന്നില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാവലിലാക്കുമാറാവട്ടെ.
അപ്പോൾ ഈ രീതിയിൽ നോമ്പ് പിടിച്ച് നമ്മൾ മുന്നേറിയാൽ ഇൻഷാ അല്ലാഹ് റജബ് കൊണ്ട് വിജയിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 നോമ്പ് കൊണ്ട് കിട്ടുന്നത് എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, പാപമോചനം കിട്ടുകയാണ്, ഇസ്മത്ത് കിട്ടുകയാണ്, പാപസുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുകയാണ്. അതിലെല്ലാം ഉപരി നാളെ ആഖിറത്തിൽ ദാഹം നമുക്കുണ്ടാവുകയേ ഇല്ല. എല്ലാവരും പ്രയാസപ്പെടുന്ന ആ സമയത്ത് അള്ളാഹു നമുക്ക് വലിയ സംരക്ഷണം നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ സഹോദരങ്ങളെ. അത് ശ്രദ്ധിക്കണം നമ്മൾ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? ഇനി ഈ മാസത്തിൽ 3 എണ്ണമെങ്കിലും പിടിക്കൂലേ എല്ലാവരും? ഒന്ന് പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരും ഈ മജ്‌ലിസിലുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉണർത്തുന്നത്. കാരണം ഇതൊക്കെ കൂടുതൽ ഇഷ്ടവും താല്പര്യവും, എന്ത് ദിക്ർ പറഞ്ഞാലും എന്ത് സലാത്ത് പറഞ്ഞാലും ഏത് നോമ്പിൻ്റെ വിഷയം പറഞ്ഞാലും ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നത് സഹോദരിമാരാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഈ മാസങ്ങൾക്കൊന്നും ഒരു മഹത്വം ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് ബാധിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാത്തിനും എതിര് നിൽക്കുന്നവർ. നിസ്കാരത്തിന് ശേഷം ദുആ ഇല്ല, ഖുനൂത്ത് വേണ്ട, ദിക്ർ വേണ്ട, സ്വലാത്ത് വേണ്ട, യാസീൻ വേണ്ട, മരിച്ചെടുത്ത് ഓതണ്ട, മരിക്കുന്നതിന് മുമ്പ് ഓതണ്ട, ഒരു സമയത്ത് ഒരു ഖുർആന ഖത്മും വേണ്ട, ഒരു നന്മയും ജീവിതത്തിൽ വേണ്ട എന്ന് വാദിക്കുന്നവരുണ്ട്. അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരൊരു മാസങ്ങളെയും ബഹുമാനിക്കൂല, ഒരു ഹദീസും അവർക്ക് സ്വീകാര്യതയില്ല, എല്ലാ ഹദീസും തള്ളിക്കളയലാണ്. അങ്ങനെയെങ്കിൽ പിന്നെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ ഹദീസൊക്കെ എവിടെ പോയി? 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കിയ വ്യക്തികളുണ്ട് ഇവിടെ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കിയവരാണ്. കാണുന്ന ഹദീസ് എല്ലാം മൗദൂഅത്തിൽപ്പെട്ടതാണ്, അതൊന്നും സഹീഹല്ല, ഇത് ശരിയല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 6000-ൽ പരം ഹദീസുകൾ വരെയുള്ള ആ ഹദീസിൻ്റെ ഗ്രന്ഥം പോലും നമുക്ക് ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിക്കണമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ 10 ലക്ഷം ഹദീസ് അവിടെ പോയി. ഹദീസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ 10 ലക്ഷം ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ബാലിശമായ വാദമാണ്. മുസ്ലിമീങ്ങളുടേതാകുന്ന തെളിവ്, പ്രമാണം നഷ്ടപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. നഊദു ബില്ലാ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ പ്രമാണമാണ് ഖുർആൻ, രണ്ടാമത്തത് ഹദീസ്, മൂന്നാമത്തത് ഇജ്മാ. ഇതൊക്കെ നമ്മുടെ പ്രമാണങ്ങളാണ്. അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും. ഹദീസുകളില്ല, അത് കേടാണ്, ഇത് കേടാണെന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ് സ്വഹീഹായ ഹദീസ്, ഏതാണ് ഹദീസുകളുള്ളത്? എല്ലാ ഹദീസും ഒഴിവാക്കാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ഉണ്ടാവും. അവരുടെ വാദഗതികൾ നമ്മൾ കേൾക്കേണ്ടതേയില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മുടെ ജീവിതത്തിൽ ഒരാളെക്കുറിച്ച് മോശമായ ചിന്തയുണ്ടാവരുത്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ മാസത്തിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ടതായ കാര്യം അതാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ സ്ഫുടം ചെയ്യാൻ പറ്റിയ മാസം. ഒരാളെക്കുറിച്ച് മോശമാകുന്ന ഒരു ചിന്ത പോലും നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. ആ കാണുന്ന മനുഷ്യൻ, ആ വാതിലൂടെ വരുന്ന മനുഷ്യൻ സ്വർഗത്തിലാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങോട്ട് നോക്കാതെ നബി പറഞ്ഞ കാര്യം പറയാം. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യമാണ്. പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നിലകൊള്ളുന്ന വേള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ ഞങ്ങൾ നിലകൊള്ളുമ്പോൾ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ആ കാണുന്നതായ വാതിലിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ അകത്തളത്തിലേക്ക് ഒരു മനുഷ്യൻ ഇതാ കടന്നു വരും സ്വഹാബ. ആ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിലേക്ക് നോക്കുകയാണ്. ആരാണ് കടന്നു വരുന്നത്? നോക്കുമ്പോൾ വാതിൽ ശൂന്യമാണ്, ഒരു മനുഷ്യനും അപ്പോൾ കടന്നു വന്നിട്ടില്ല. അല്പനേരം ഞങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വാതിലൂടെ കടന്നു വരുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ വെള്ളം, ഒളു എടുത്ത വെള്ളം ഇങ്ങനെ ഇറ്റിത്ത് താഴത്തേക്ക് വീഴുന്നുണ്ട്, താഴത്തേക്ക് വരുന്നുണ്ട്.
തൻതിഫു മിൻ ലഹിയതിഹി വുളൂഅഹു. ഒളുവെടുത്തതാകുന്ന വെള്ളം അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളിലൂടെ പുറത്തേക്ക് ചെറുതായി ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിൽ വയഖുദു ഇന്ദ ശിമാലിഹി ഫിയദി ശിമാലിഹി നഅലൈഹി. അദ്ദേഹത്തിൻ്റെ 2 ചെരുപ്പുകളും തൻ്റെ ഇടത് കൈയിൽ പിടിച്ചിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഇങ്ങനെ അകത്തേക്ക് കയറി വരികയാണ്. ഞങ്ങളെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഒരു സാദാ സീതാ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ധരിച്ചിട്ടുള്ളത് നഗ്നത മാത്രം മറയാനുള്ളതാകുന്ന ഒരു വസ്ത്രമാണ്. വലിയ പണക്കാരനൊന്നുമല്ല, ഒരു സാദാ സീത ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞത്. ഒളുവെടുത്തതിൻ്റെ വെള്ളം ഇങ്ങനെ താടിയിൽ നെറ്റി വീഴുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് പറയാൻ, ഞങ്ങൾ അത്രത്തോളം ശ്രദ്ധിച്ചു അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് ഇത് കിട്ടിയതെന്ന് അറിയണമല്ലോ. പള്ളിയിൽ അദ്ദേഹം വന്നു. അദ്ദേഹം സ്വഹാബത്തിനിടയിലേക്ക് കയറിയിരുന്നു. പ്രവാചകരുടെ ക്ലാസ് തുടരുകയാണ്. നബി പിന്നൊന്നും മിണ്ടുന്നില്ലല്ലോ. അദ്ദേഹം വരുന്നതിന് മുമ്പാണ് കാര്യം പറഞ്ഞത്. ആ മനുഷ്യൻ സ്വർഗത്തിലാണ്, ഒരു വ്യക്തി അതിലേക്കൂടെ വരുമെന്ന് പറഞ്ഞു. സ്വഹാബത്ത് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്. 2ാമത്തെ ദിവസവും കടന്നു വരുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും, ഈ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വരും റജുലുൻ മിൻ ഹാദൽ ബാബി, ഈ വാതിലിലൂടെ കടന്നു വരുമത്രേ, മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹാബത്ത് പറയുകയാണ്, ആശ്ചര്യപ്പെട്ടുകൊണ്ട് അതിശയപ്പെട്ടുകൊണ്ട്, ആരാണ് കടന്നു വരുന്നത്, അദ്ദേഹം നേടിയെടുത്തതാകും നന്മ എന്താണെന്നറിയാൻ ആകാംക്ഷയോടുകൂടി ഞങ്ങൾ 2ാമത്തെ ദിവസം നോക്കുമ്പോൾ തലേ ദിവസം കയറി വന്ന മനുഷ്യൻ അതേ രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി, അതേ വസ്ത്രവിധാനത്തിലും, അതേപോലെ തന്നെ ഒതുവെടുത്ത താടിരോമങ്ങളിലൂടെ വെള്ളമിറ്റിത്ത് വീണുകൊണ്ട് ഇടത് കൈയിൽ ചെറിയതാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പിടിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരുകയാണ്. എന്താ ചെരുപ്പം പിടിച്ചോണ്ട് പള്ളിയിലോട്ട് വരുന്നത്? അന്നൊക്കെ പള്ളിയിൽ മണ്ണ് വിരിച്ചതാകുന്ന പള്ളിയാണ്. ഇന്നും കണ്ടിട്ടില്ലേ നിങ്ങൾ ഹറമിലേക്കൊക്കെ പോകുമ്പോൾ ചെരുപ്പ് കൈ പിടിച്ചുകൊണ്ട് തന്നെ പോകില്ല വരും. ആ ചെരുപ്പിൽ എന്ത് വേണം? ശുദ്ധി വേണം. എന്നാലേ ഉള്ളൂ തവാഫ് മറ്റിത്യാദി കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. ടോയ്ലറ്റിലിട്ടുകൊണ്ട് പോയി വൃത്തിയായി കഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യാത്ത ചെരുപ്പാണെങ്കിൽ അതും കവറിലിട്ടിട്ട് റാഹത്തായിട്ട് ബാഗിലിട്ട് അവിടെ പോയി തവാഫ് തോളത്തും തൂക്കിയിട്ടുണ്ട് തവാഫ് ചെയ്താൽ അവൻ്റെ തവാഫും പോയി, എല്ലാ അമലും പോയി. അത് മനസ്സിലായിക്കോണം. സാന്ദർഭികമായി ഇടയിൽ പറയുന്നൊരു വിഷയമാണ്. കാരണം തവാഫ് ചെയ്യുന്ന വേളയിൽ എന്ത് വേണം? ശുദ്ധി വേണം, നിർബന്ധമാണ്, ഷറത്താണത്. പലപ്പോഴും പല ഉമ്മമാരും അത് ശ്രദ്ധിക്കാറില്ല, സഹോദരങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കാറില്ല. ഈ ഇടുന്ന ചെരുപ്പ് ഇവിടെ നിട്ടുകൊണ്ട് പോയതാണ്, താച്ചയെ മുക്കി നിട്ടുകൊണ്ട് പോയ സാധനമായിട്ട് അവസാനം കാബയുടെ അവിടെ കൊണ്ട് തേച്ച് വെച്ചിരിക്കുക. സാധനം അവിടെ കൊണ്ട് ഭിത്തി കൊണ്ട് വെക്കുക. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മുടക്കിയ പൈസയൊക്കെ വെറുതെ പോവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത് കേട്ടോ. ഇടയിൽ പറഞ്ഞതാണ്, പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ചെരുപ്പ് അവിടെ വെക്കാനുള്ള സ്റ്റാൻഡുണ്ട്, പക്ഷേ ആ സ്റ്റാൻഡിന് നമ്പർ അറിയണം, കയറിപ്പോകുന്ന വാതിലിൻ്റെ നമ്പർ അറിയണം. ചിലർ കയറിപ്പോവും, അല്ല പിന്നെ 3-ാം നമ്പർ ബാത്റൂം എന്ന് പറയാം. അവസാനം ഇറങ്ങി വരുമ്പോൾ 13-ാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെ പോയി ഇറങ്ങുന്നത്. ഹലാഗ് കഴിഞ്ഞ് പള്ളി മുഴുവൻ കറങ്ങി മൊത്തം കണ്ടിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ബാച്ചിൽ ഉംറയ്ക്ക് പോയപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള 2-3 പ്രായം ആളുകളും ചങ്ങനാശ്ശേരിയിലുള്ളൊരു ഉപ്പായുമുണ്ട്. അള്ളാഹുവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ സുബൈക്ക് ശേഷം ഇതുപോലെ എല്ലാവരെയും പള്ളി കാണാൻ വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 10 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരോടും പറഞ്ഞു 10 മണിക്ക് നമുക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. 10 മണിയായിട്ട് കുറച്ച് ടീമുകളെ കാണുന്നില്ല, ഈ പ്രായമായ 1-2 ആളുകളെ കാണുന്നില്ല. അപ്പോൾ ഉണ്ട് നോക്കുമ്പോൾ ഉണ്ട് അവരിങ്ങനെ ക്ഷീണിച്ച് അവശരായി റൂമിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു പള്ളി കാണാൻ പോകണ്ട്. ഇനി കാണാനൊന്നുമില്ല ഉസ്താദെ. പള്ളിയും കണ്ട് അതിനപ്പുറവും കണ്ട്. കാരണം സുബൈ നിസ്കരിക്കാൻ വേണ്ടി 4 മണിക്ക് പള്ളിയിൽ പോയതാണ്. ഇറങ്ങിയപ്പം അപ്പുറത്തെ ഭാഗത്തായിപ്പോയി. വഴി തെറ്റി പള്ളി മുഴുവൻ നടന്ന് കണ്ട് എല്ലാ വാതിലും കണ്ട് ജനലും കണ്ട് എല്ലാം കണ്ടിട്ട് വരിക. ഇനി ഞങ്ങൾ ഒരു പള്ളിയും കാണാനില്ല, ഉസ്താദ് പോയിക്കോളാൻ. മൊത്തം
മൊത്തം അവർ നടന്ന് ക്ഷീണിച്ച് 10 മണിയാകുമ്പോൾ തിരിച്ചു വരിക. അന്നപ്പോഴാകുമ്പോൾ നമ്മൾ വിളിക്കുന്ന പള്ളി കാണാൻ പോകാൻ, പള്ളിയുടെ ഓരോ ഭാഗങ്ങൾ കാണാൻ. ഞങ്ങളില്ല എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയാണ്. അപ്പോൾ കയറിപ്പോകുന്ന വഴി ഏതാണെന്ന് അറിയില്ല. ചെരുപ്പ് സാധാരണ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, അതിന് ഓരോ നമ്പറുണ്ട്. 78 എഴുതിയ നമ്പർ. ആ 78 അവിടെ തന്നെ വന്നാൽ ആ സാധനം ആരും എടുത്തുകൊണ്ട് പോകില്ല, സ്റ്റാൻഡിൽ തന്നെ ഉണ്ടാവും. പക്ഷേ 78 പിന്നെ ഇവൻ നോക്കുമ്പോൾ വേറെ സ്ഥലത്താണ്. 1078 അവിടെ പോയിട്ട് അവൻ്റെ ചെരുപ്പ് തപ്പുകയാണ്. അതാണ് അവസ്ഥ. വേറെ ഭാഗത്താണ് പോയി തപ്പുന്നത്. അത് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടൂല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും, ഇത് കിറ്റിനകത്ത് അല്ലെങ്കിൽ ബാഗിനകത്താക്കിയിട്ട് ഇതുമായിട്ട് അകത്തോട്ടങ്ങ് പോവും. ഇതും വെച്ചുകൊണ്ട് തവാഫ് ചെയ്യും. നമ്മുടെ ചെരുപ്പും ഷൂവൊക്കെ ശുദ്ധിയില്ല എങ്കിൽ വളരെ ശ്രദ്ധിക്കണം, നമ്മുടേതാകുന്ന തവാഫ് ശരിയാവുകയില്ല. അതും വഹിച്ച് നിസ്കരിച്ചാലും അങ്ങനെ തന്നെയാണ്, നിസ്കാരവും ശരിയാവൂല. സാധാരണ രീതിയിൽ അത് കൊണ്ടുപോയി ചെരുപ്പ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത്, അല്ലേ? ഇതേപോലെയായിരുന്നു സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലും. അന്ന് തുടങ്ങിയതാണ്. ഈ ചെരുപ്പ് നേരെ പള്ളിയിൽ കൊണ്ടുപോവുക, അകത്ത് കൊണ്ടുവന്നൊരു സൈഡിൽ നിസ്കരിക്കുന്ന ഒരു ഭാഗത്ത് മാറ്റി വെക്കും. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ട, എന്താ ചെരുപ്പമായിട്ട് പള്ളിക്കകത്തോട്ട് പോകുന്നത്, ഇയാൾ അതുകൊണ്ട് സ്വർഗം കിട്ടിയതാണോ എന്ന് കരുതിയിട്ട് അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും ചെരുപ്പമായിട്ട് പള്ളിക്കകത്തോട്ട് വരണ്ട. ചെരുപ്പമായിട്ട് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലാണെന്ന് നബി പറഞ്ഞു. അതല്ല പറയുന്നത്, ശേഷം കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3-ാമത്തെ ദിവസത്തിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനിതാ നിങ്ങളിലേക്ക് കടന്നു വരുമത്രേ. ആ കാണുന്ന വാതിലിലൂടെ കടന്നു വരും. സ്വഹാബ ശ്രദ്ധിക്കണേ സ്വഹാബ. സ്വഹാബത്ത് പറയുകയാണ് ആശ്ചര്യത്തോടുകൂടി, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു തഫ്ഫാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്. എല്ലാ സ്വഹാബത്തും ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി നോക്കുകയാണ്. നോക്കുമ്പോൾ ഫദഖല അലൈനാ റജുലുൻ മിനൽ അൻസാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതായ അൻസാരികളിൽ പെട്ടതാകുന്ന ഒരു പാവപ്പെട്ട സ്വഹാബി, അദ്ദേഹം ഇതാ പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിൽ ഒരു ചെരുപ്പ് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതാകുന്ന താടി രോമങ്ങളിലൂടെ വെള്ളം വെള്ളം പുറത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ ചെരുപ്പ് കൊണ്ടുവന്ന് വെച്ച് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹജ്ലിസിലേക്ക്, ഇൽമിൻ്റെ മജ്ലിസിലേക്ക് വന്നിരിക്കുകയാണ്, കയറിയിരിക്കുകയാണ്. ആ മനുഷ്യൻ ഈ വിഷയവും ഒന്നും തന്നെ അറിയുന്നില്ല. തന്നെക്കുറിച്ച് ഇങ്ങനെ നബി പറഞ്ഞതായിട്ട് അദ്ദേഹം അറിഞ്ഞതേയില്ല. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പാണ് നബി ഇത് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ടതാകുന്ന അനുയായിയായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഈ പറയപ്പെട്ട സ്വഹാബിയുടെ പിറകെ കൂടുകയാണ്. ഏത് വ്യക്തിയാണോ അൻസാരികൾപ്പെട്ട വ്യക്തി സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പിറകിൽ കൂടി ഇശാ കഴിഞ്ഞപ്പോൾ. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ലഹൈതു അബീ, ഞാൻ എൻ്റെ വാപ്പയുമായി ചെറിയ വിഷയത്തിൽ പിണങ്ങിയിട്ടുണ്ട്. ഫഅഖ്സംതു, ഞാൻ സത്യം ചെയ്തു പോയി, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പോയി. അല്ലാ അദ്ഖുല ബൈതഹു ഇല്ലാ ബഅദ സലാസ്, 3 ദിവസങ്ങൾക്ക് ശേഷമല്ലാതെ ഞാനിനി വീട്ടിലേക്ക് വരില്ല എന്ന് ഞാൻ സത്യം ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ടൊരു 3 ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കട്ടെയോ? വല്ല എതിർപ്പുമുണ്ടോ? ചെറിയൊരു കളവ്. ആ കളവ് മറ്റൊന്നിനും പേരിലല്ല, ഇദ്ദേഹത്തിലുള്ള നന്മ എന്താണെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു പറയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വാപ്പായിട്ട് ചെറിയ പിണക്കത്തിലാണ്, അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റൂല, 3 ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 3 ദിവസം നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. ആര്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാണെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയതാകുന്ന വ്യക്തിയോട് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, പിന്നെന്താ? അദ്ദേഹം ഒന്നും അറിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ നന്മ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, പോരാൻ പറഞ്ഞു, വീട്ടിലോട്ട് പോവാ. അങ്ങനെ വീട്ടിൽ പോയി. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നു. ഇശ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ആദ്യത്തെ ദിവസം തന്നെ 2 പേരും കിടന്ന് ഉറങ്ങുന്നു. സുബഹിക്ക് മുമ്പ് ഇദ്ദേഹം എഴുന്നേറ്റതിന് ശേഷം മറ്റേ ആൾ എഴുന്നേൽക്കുന്നുണ്ട്.
2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു. സാധാരണ പോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചപ്പോൾ നേരെ പള്ളിയിലേക്ക് പോന്നു. ഇദ്ദേഹവും കൂടെ പോകുന്നു, വീട്ടുകാരുടെ പോന്നു. എല്ലാ ദിവസവും ഇത് തന്നെ. 3 ദിവസം കടക്കാൻ മാത്രമാണ് പോകുന്നത്, പകല് പോകുന്നില്ല. എന്താ കാരണം? പകൽ ഇദ്ദേഹം കൂടെ പള്ളിയിൽ തന്നെ ഉണ്ട് എപ്പോഴും. നബി തങ്ങളുടെ ശിഷ്യനാണ്, എപ്പോഴും പള്ളിയിൽ തന്നെ. ഈ പറയുന്ന സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ സഹാബി എപ്പോഴും പള്ളിയിലുണ്ട്. അപ്പോൾ പിന്നെ നോക്കിയാൽ മതി എന്താണെന്ന് ഇയാൾ ചെയ്യുന്നതെന്ന് പുറകെ നിന്ന് വീക്ഷിച്ചാൽ മതി. ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. രാത്രിയിൽ നമ്മൾ കാണാതെ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നുണ്ടോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ രഹസ്യമായിട്ട് വീട്ടിലോട്ട് പോകുന്നത്. അനുവാദം വാങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു. സാധാരണ രീതി അങ്ങനെയാണല്ലോ, എല്ലാവരും രഹസ്യമായ അമലുകൾ ചെയ്യുന്ന ഒരു സമയവും സന്ദർഭവും രാത്രിയാണ്. അതിനാണ് ഭയങ്കര പ്രതിഫലവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും നമ്മളറിയാതെ വല്ലതും ചെയ്യുന്നുണ്ടോ? പകലെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. രാത്രിയിൽ ചെയ്യുന്ന അമൽ എന്താണ് അതറിയാൻ വേണ്ടിയിട്ട് കൂടെ പോവാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസവും 2ാമത്തെ ദിവസവും തദൈവ ഇതേപോലെ തന്നെ തുടർന്നു. പ്രത്യേകമായ അമലൊന്നും കാണുന്നില്ല. 3ാമത്തെ ദിവസവും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് അവസ്ഥ. പ്രത്യേകമായ ഒരു അമലൊന്നും തന്നെ കാണുന്നില്ല, ദർശിക്കുന്നില്ല. പ്രത്യേകമായിട്ട് ഒരു അമലും കാണാൻ പറ്റുന്നില്ല. 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ ഇയാളടുത്ത് നിന്നിട്ട് കാര്യമില്ല. വെറുതെ വാപ്പാട് പിണക്കമെന്ന് പറഞ്ഞാൽ അതൊരു വിഷയമാക്കണ്ട, നേരെ വീട്ടിലോട്ട് പോവാം. പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ ഞാൻ ഈ 3 ദിവസം നിങ്ങളുടെ കൂടെ കൂടിയത് വാപ്പായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ കൂടാൻ കാരണം സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടുപോയി. യതുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയിൽ നിന്നുള്ള ഒരു വ്യക്തി ഇതായി പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാവശ്യമല്ല പറഞ്ഞത്, 3 പ്രാവശ്യം നബി തങ്ങൾ 3 ദിവസങ്ങളായി പറഞ്ഞപ്പോഴും ആ വാതിലിലൂടെ ആദ്യമായി കടന്നു വന്നത് നിങ്ങളാണ്. എന്താണ് നിങ്ങൾ സ്വർഗത്തിൽ കടക്കാനുള്ള അമൽ ചെയ്യുന്നതെന്നറിയാനാണ് 3 ദിവസം നിങ്ങളോടൊപ്പം ഞാൻ കൂടിയത്. പക്ഷെ എൻ്റെ നോട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് അത്രയും തന്നെ നിങ്ങൾ ചെയ്യുന്നത് കാണാനില്ല. ഞാൻ ചെയ്യുന്നതായ ഇബാദത്തുകളോളം നിങ്ങൾ ചെയ്യുന്നില്ല. എത്ര വലിയ അമലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായാലും കളവ് പറയുകയില്ല. ഞാൻ അറിയാതെ ഇനി വല്ല രഹസ്യമായ അമലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാൻ കാണാതെ നിങ്ങൾ വല്ല രഹസ്യമായ അമല് വല്ല ചെയ്യുന്നുണ്ടോ? ഞാൻ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിരിക്കാൻ, രാത്രിയിൽ ഉറങ്ങി എന്ന് വരുത്തുകയാണ്. നിങ്ങളൊന്ന് കണ്ണ് തുറക്കുമ്പോഴേക്ക് ഞാൻ എഴുന്നേൽക്കാറുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഉറങ്ങുന്നതിന് മുമ്പ് വല്ല ദിക്ർ ചെല്ലുന്നുണ്ടോ? അതൊക്കെ ഞാൻ ചെല്ലുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന അമലാണ്. എല്ലാം നബി പഠിപ്പിച്ചതാണല്ലോ. നമ്മൾ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യഗണങ്ങളാണ്. നബി പഠിപ്പിച്ചത് മുഴുവൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തോ രഹസ്യമായ ഒരു അമൽ നിങ്ങളിലുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു തരുമോ? ഒന്ന് പറഞ്ഞു തരുമോ? നോക്കൂ, നിങ്ങൾ സ്വഹാബിയാണ്, സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ് അദ്ദേഹം. അവരൊക്കെ സ്വഹാബികളാണ് റളിയല്ലാഹു അൻഹും എന്ന് അള്ളാഹു ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയവരാണ്. എന്നാൽ പോലും സ്വർഗത്തിൽ കടക്കുമെന്നുള്ള ആ വാക്ക് നബിതങ്ങൾ ഇദ്ദേഹത്തെ 3 വട്ടം പറയണമെങ്കിൽ ഇദ്ദേഹത്തിലുള്ള ആ നന്മ കൂടി എനിക്ക് കൊണ്ടുവരണമെന്നുള്ള ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് തന്നെ എത്ര വലിയ നന്മയാണ്, മനസ്സിൻ്റെ നന്മയാണത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അൻസാരിയാകുന്ന സഹാബി ഒരിനെ പറയുകയാണ്, വമാ ഹുവ ഇല്ലാ മാ റഅയ്ത, വമാ ഹുവ ഇല്ലാ മാ റഅയ്ത, നിങ്ങളെ കണ്ടതല്ലാതെ മറ്റൊന്നും എൻ്റെ അടുക്കൽ കൂടുതലായിട്ട് ഒരു അമലുമില്ല, ഒരു സുഹൃതവും നിങ്ങൾ കണ്ടതിനേക്കാൾ ഒരൽപ്പം പോലും എനിക്ക് ഇല്ല. നിങ്ങൾ ഈ കണ്ടത് മാത്രമുള്ളൂ എനിക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ആകെ നിരാശനായി. ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു അംർ അൽ ആസ് റളിയല്ലാഹു അൻഹു ശരി എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞ് പുറകോട്ട് പോവാൻ.